കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2026 ഏപ്രിൽ 15 മേടം 2 നമ്മൾ മലയാളികൾ വിഷുവായി ആഘോഷിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് വിഷു ആഘോഷിക്കുന്നത്? എന്താണ് അതിൻ്റെ ഐതിഹ്യം? ധാരാളം ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട്. എങ്കിലും ഏറ്റവും പ്രചാരത്തിലുള്ളത് നരകാസുര വധമാണ്. മറ്റു ചില ഐതിഹ്യങ്ങൾ കൂടിയുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ വിഷുദിനത്തിൽ കാത്തിരിക്കുക. വിഷുദിനത്തിൽ ആ ഐതിഹ്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇന്ന് നമ്മൾ നരകാസുര വധമാണ് പറയുന്നത്. നരകാസുര വധം ഇന്ന് നിങ്ങൾ മുഴുവൻ കേൾക്കുക, ക്ഷമയോടുകൂടിയിരുന്ന് കേൾക്കുക. പറ്റുന്ന ആളുകളെല്ലാവരും തന്നെ നാളെ ഈ വീഡിയോ ഒന്നുകൂടി ഇട്ടിട്ട് നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയത്ത് ഒന്നുകൂടി കേൾക്കുക. ശ്രവണം അത് ഭക്തി തന്നെയാണ്. കഥാശ്രവണം അത് ഭക്തിയുടെ മറ്റൊരു തലം തന്നെയാണ്. വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ ഭഗവാനിലേക്ക് അടുക്കുന്നു എന്നുള്ള കാര്യം പ്രത്യേകമായി ഓർക്കുക. നമുക്ക് നരകാസുര വധം ഒന്ന് നോക്കാം. അതായത് അസുരന്മാരായിരുന്ന ഹിരണ്യാക്ഷനെയും ഹിരണ്യകശിപുവിനെയും എല്ലാവർക്കും അറിയാം. ഹിരണ്യകശിപു പ്രഹ്ലാദൻ്റെ അച്ഛനാണ്. നരസിംഹരൂപം പൂണ്ട മഹാവിഷ്ണു ഉമ്മറപ്പടിമേലിരുന്നാണ് ഹിരണ്യകശിപുവിനെ വധിച്ചത്. ആ ഹിരണ്യകശിപുവിൻ്റെ സഹോദരനാണ് ആര്? ഹിരണ്യാക്ഷൻ. ആ ഹിരണ്യാക്ഷൻ പണ്ട് ഭൂമിദേവിയെയും എടുത്തുകൊണ്ട് സമുദ്രത്തിൻ്റെ അടിയിലേക്ക് പോവുകയും അങ്ങനെ ഭൂമിദേവിയെ ഒളിച്ചു വെക്കുകയും ചെയ്തു. ആ സമയത്ത് ഭൂമിയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഭഗവാൻ മഹാവിഷ്ണു വരാഹരൂപത്തിൽ അവതരിക്കുന്നു. വരാഹരൂപത്തിൽ അവതരിച്ച ഭഗവാൻ മഹാവിഷ്ണു ഭൂമിദേവിയെ കണ്ടെത്തുകയും തൻ്റെ തേറ്റമേലിരുത്തി ഭൂമിയെ യഥാസ്ഥാനത്ത് വെക്കുകയും ചെയ്തു. അതിനുശേഷം നടന്ന അതിഘോരമായ യുദ്ധത്തിൽ അസുരനെ വധിക്കുകയും ചെയ്തു. അങ്ങനെ മഹാവിഷ്ണുവാകുന്ന വരാഹമൂർത്തി തൻ്റെ തേറ്റമേൽ ഇരുത്തിക്കൊണ്ട് ഭൂമിദേവിയെ യഥാസ്ഥാനത്തേക്ക് കൊണ്ടുവെക്കുന്ന ആ ഒരു അവസരത്തിൽ ദേവിക്ക് ഭോഗാനന്ദ പുളകമുണ്ടാവുകയും ദേവി ഒരാൺകുട്ടിയെ പ്രസവിക്കുകയും ചെയ്തു. പുത്രനെ കണ്ട് ഭൂമിദേവി മാതൃവാത്സല്യത്തോടു കൂടി അവനെ രക്ഷിക്കണം എന്ന് ലക്ഷ്മി വല്ലഭനോട് അപേക്ഷിച്ചു. ഭക്തിപൂർവം വരാഹമൂർത്തി ഇങ്ങനെ അരുളി ചെയ്തു: അല്ലയോ ഭവതി, അവിടുന്ന് വിഷമിക്കണ്ട, ഇവൻ എൻ്റെ പുത്രൻ തന്നെയാണ്. അസുരസ്പർശത്താൽ ഭഗവതിക്ക് അശുദ്ധി ബാധിച്ചിരിക്കുന്ന സമയത്തുണ്ടായ പുത്രനായതുകൊണ്ട് ഇവൻ ഒരു അസുരനായി തന്നെ ഭവിക്കും. ഇവൻ നരകൻ എന്ന പേരിൽ അറിയപ്പെടും എന്ന് ഭൂമിദേവിയോട് വരാഹമൂർത്തി പറയുന്നു. അതിനുശേഷം പുത്രനെ അടുത്തു വിളിച്ചു നിർത്തി ഏറ്റവും മാരകവും മഹാശക്തവുമായ നാരായണാസ്ത്രം മകൻ്റെ രക്ഷയ്ക്കായി സാക്ഷാൽ വൈകുണ്ഠമൂർത്തിയായ വരാഹമൂർത്തി ഈ നരകൻ എന്ന അസുരന് കൊടുക്കുന്നു. പിന്നീട് മറ്റൊരു മഹാസ്ത്രം കൂടി അവന് ദാനം ചെയ്തുകൊണ്ട് മഹാവിഷ്ണു അരുളി ചെയ്യുകയാണ്: മറ്റാർക്കും നാളിതുവരെ ലഭിക്കാത്ത ഒരു ദിവ്യമായ അസ്ത്രമാണിത്. ഇതു നിന്റെ കയ്യിലിരിക്കുന്ന കാലത്തോളം വിഷ്ണുവായ എന്നെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും നിന്നെ വധിക്കുവാൻ സാധിക്കുകയില്ല. പോയി വളരെ കാലം സുഖിച്ച് ജീവിച്ച് ഭൂപതിയായി വാഴുക എന്ന് മഹാവിഷ്ണുവായ വരാഹമൂർത്തി പുത്രനോട് പറയുന്നു. അതിനുശേഷം വിഷ്ണു അന്തർധാനം ചെയ്യും. ഹരേ കൃഷ്ണ. ഇവിടെ മഹാവിഷ്ണുവിൻ്റെയും ഭൂമിദേവിയുടെയും പുത്രനാണ് ആര്? നരകാസുരൻ. പിന്നീട് നരകൻ അനവധി കാലം അസുരന്മാരുടെ കൂടെ ജീവിച്ചതിനു ശേഷം മുരൻ എന്ന തൻ്റെ സുഹൃത്തിനോടും അസംഖ്യം അസുരന്മാരോടും കൂടി
ഭൂമിയിൽ കാമരൂപം എന്ന രാജ്യത്ത് എത്തുകയാണ്. പ്രാഗ്ജ്യോതിഷം എന്ന സ്ഥലത്ത് ഒരു പുരം നിർമ്മിക്കുകയും അതിൻ്റെ രാജാവായി അവിടെ വസിക്കുകയും ചെയ്യുന്നു. നരകൻ അസുരനാണെങ്കിലും അസുരവൈരിയായ വിഷ്ണു അവന് ഈ വിധം ആയുധങ്ങളും അനുഗ്രഹങ്ങളും നൽകിയത് തൻ്റെ പുത്രൻ എന്ന നില വെച്ചുകൊണ്ടാണ്. കാരണം മഹാവിഷ്ണു അസുരവൈരിയാണ്. എന്നിട്ടും സാധാരണ അസുരന്മാർക്ക് ഇത്തരത്തിലുള്ള വരങ്ങളൊന്നും ഭഗവാൻ മഹാവിഷ്ണു കൊടുക്കാറില്ല. ഇവിടെ കൊടുത്തത് എന്തുകൊണ്ടാണ്? ഇവൻ തൻ്റെ പുത്രൻ, ആ ഒരു സ്നേഹം വെച്ചാണ് കൊടുത്തത്. നരകൻ അങ്ങനെ പ്രാഗ്ജ്യോതിഷത്തിൽ അജയ്യ വീരവിക്രമനായിട്ട് വാണരുളുകയാണ്. അവൻ മായയാൽ ജലം, വായു, അഗ്നി, പർവ്വതം മുതലായവ കൊണ്ട് ആർക്കും പ്രതിരോധിച്ച് അകത്തേക്ക് വരാൻ പറ്റാത്ത രീതിയിലുള്ള കോട്ടകൾ ഉണ്ടാക്കുന്നു. അതിനും പുറമേ വീണ്ടും ഒരു കോട്ടയുണ്ടാക്കുന്നു. അത് മുരപാശം കൊണ്ടാണ്. അങ്ങനെ ആർക്കും പെട്ടെന്ന് കടന്നു ചെല്ലാൻ പറ്റാത്ത രീതിയിലുള്ള കോട്ടയൊക്കെ നിർമ്മിച്ച് അതിനകത്ത് താമസിക്കുകയാണ്. സ്നേഹിതനായ മുരനുമൊരുമിച്ച് പല വിധത്തിലുള്ള ദുഷ്ടപ്രവൃത്തികളും ഈ നരകൻ എന്ന അസുരൻ ചെയ്യാൻ തുടങ്ങി. വിഷ്ണുവല്ലാതെ മറ്റാർക്കും തന്നെ വധിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് എനിക്കാരെയും എന്തും ചെയ്യാം എന്ന ധൈര്യമായിരുന്നു അവന്. അതുകൊണ്ട് തന്നെ അവന് ഭയം എന്ന് പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. പോരെങ്കിൽ മഹാവിഷ്ണു കൊടുത്ത ദിവ്യാസ്ത്രങ്ങൾ തൻ്റെ കയ്യിൽ ഉണ്ട്. പിന്നെ ആരെ ഭയപ്പെടണം? അങ്ങനെ നരകൻ്റെ പേരു കേട്ടാൽ ആരും ഞെട്ടിവിറയ്ക്കുന്ന ഭീകരമായ അവസ്ഥ പിന്നീട് അങ്ങോട്ടേക്കുണ്ടായി. ദുഷ്ടന്മാരായ സർവ്വരാജാക്കന്മാരും അവൻ്റെ സ്നേഹിതന്മാരായി തീർന്നു. ആർക്കും ഇവനെ വധിക്കാൻ സാധിക്കാത്തതുകൊണ്ട് അവൻ്റെ ആയുസ്സിന് വലിയ നീളമായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃതയുഗത്തിലാണ് ജനനം. പക്ഷേ ത്രേതായുഗവും ദ്വാപരയുഗവും അങ്ങനെ അവൻ തള്ളി നീക്കുന്നു. അങ്ങനെ ഇപ്പോൾ നരകൻ താമസിക്കുന്നത് ഏതു യുഗത്തിലാണ്? ദ്വാപരയുഗത്തിലാണ്. ആ സമയത്തും അവൻ ഒട്ടേറെ ദുഷ്കർമ്മങ്ങൾ ചെയ്യുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ഒരിക്കൽ ഈ നരകൻ ദേവലോകത്ത് പോയി യുദ്ധം ചെയ്യുകയും ഇന്ദ്രനെ തോൽപ്പിച്ച് ഓടിച്ച് ഇന്ദ്രമാതാവായ അദിതിയുടെ കർണകുണ്ടലങ്ങളും ഇന്ദ്രൻ്റെ വെൺകുറ്റക്കുടയും കവർന്നെടുത്ത് തൻ്റെ രാജ്യമായ പ്രാഗ്ജ്യോതിഷത്തിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കുന്നു. സുഹൃത്തുക്കളായ അനവധി രാജാക്കന്മാരെ വധിച്ച് അവരുടെ പുത്രികളായ കന്യകമാരെ അവൻ ബലമായി അപഹരിച്ച് തൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് ബന്ധനാലയത്തിലിട്ടു പൂട്ടി അവൻ സുഖിച്ചു വാണു. 16,000 കന്യകാമണികളെയാണ് ആ കശ്മരൻ ഇപ്രകാരം അപഹരിച്ചു കൊണ്ടുവന്ന് തൻ്റെ കാരാഗ്രഹത്തിലിട്ടിരുന്നത്. അത്ര ദുഷ്ടനായിരുന്നു അവൻ. ഇത്ര ദുഷ്ടനും അധർമ്മിയുമായ ഈ അസുരന് എന്തിനാണ് ഭഗവാൻ ഇത്രയും ആയുധങ്ങൾ നൽകിയത് എന്ന് സാധാരണ ജനങ്ങൾ ചിന്തിക്കുവാൻ തുടങ്ങി. അതിനു കാരണം തൻ്റെ പത്നിയും അവൻ്റെ മാതാവായ ഭൂമിദേവിയെയും തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. തൻ്റെ പത്നിയാണ്, അവൻ്റെ അമ്മയാണ്. ആ മാതാവിനെ തൃപ്തിപ്പെടുത്തുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ആ സമയത്ത് മഹാവിഷ്ണുവിന് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്തു ചെയ്യാം, ദുഷ്ടനായിപ്പോയി. അവൻ എത്ര കൊടിയ ദുഷ്ടത്തരങ്ങൾ ചെയ്താലും അതിൻ്റെ ഭാരം മുഴുവൻ ചുമക്കുന്നത് ആ പാവം മാതാവാണ്. മകനായതുകൊണ്ട് തന്നെ ഭൂമിദേവി ഇവൻ എന്തു ചെയ്താലും അതൊക്കെ സഹിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ നാരദൻ ദേവേന്ദ്രനെ കാണുന്നു. എന്നിട്ട് നാരദൻ ദേവേന്ദ്രനോട് പറയുകയാണ്, അല്ലയോ ഇന്ദ്ര, ദേവരാജാവേ, അങ്ങ് ഇപ്രകാരം ദുഃഖിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. വേണ്ടത്
വേണ്ടതുപോലെ വേണ്ട സമയത്ത് ചെയ്യണം. നരകാസുരൻ നാരായണമൂർത്തിയുടെ പുത്രഭാവത്തിൽ ജനിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ദ്വാരകാപതിയായി വാഴുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും ഇതിനൊരു പരിഹാരമുണ്ടാക്കിത്തരാൻ സാധിക്കുകയുമില്ല. അദ്ദേഹം ഭക്തജനവത്സലനാണ്, ലോകരക്ഷകനാണ്, കരുണാവാരിധിയാണ്. അതുകൊണ്ട് അങ്ങ് ഭഗവാൻ ശ്രീകൃഷ്ണനെ ചെന്നുകണ്ട് സങ്കടം പറയൂ. ഭഗവാൻ എല്ലാത്തിനും ഒരു നിവൃത്തി ഉണ്ടാക്കി തരും എന്ന് ദുഃഖിച്ചിരുന്ന ഇന്ദ്രനോട് നാരദൻ പറയുകയാണ്. അങ്ങനെ നാരദൻ്റെ ഉപദേശമനുസരിച്ചിട്ട് ഇന്ദ്രൻ ദ്വാരകയിലെത്തിച്ചേരുന്നു. എന്നിട്ട് തൻ്റെ സങ്കടമെല്ലാം കൃഷ്ണനോട് പറയുന്നു. ആ സമയത്ത് ഇന്ദ്രനെ ആശ്വസിപ്പിച്ചതിനു ശേഷം കൃഷ്ണൻ ഗരുഡനെ മനസ്സിൽ ധ്യാനിക്കുന്നു. ആ സമയം തന്നെ ഗരുഡൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. സത്യഭാമയും ഒരുമിച്ച് ഭഗവാൻ ഉടൻ തന്നെ ഗരുഡൻ്റെ പുറത്തു കയറി എവിടെ എത്തിച്ചേരുന്നു? പ്രാഗ്ജ്യോതിഷത്തിൽ എത്തിച്ചേരുന്നു. അതിൻ്റെ പുറത്തു ചെന്നു നിന്നുകൊണ്ട് അദ്ദേഹം ആ ഒരു പുരം, ആ ഒരു നഗരം ആകെയൊന്ന് നോക്കി അതിൻ്റെ രഹസ്യങ്ങൾ മുഴുവനും മനസ്സിലാക്കുന്നു. എന്നിട്ട് ആ പുറത്തു നിന്നുകൊണ്ട്, ആ പുരത്തിന് പുറത്തു നിന്നുകൊണ്ട് തൻ്റെ ശങ്കായ പാഞ്ചജന്യം അത് മുഴക്കുന്നു. ആ പാഞ്ചജന്യത്തിൻ്റെ ശബ്ദം ആ വലിയ കോട്ടയെ പിടിച്ച് കുലുക്കി. എന്നിട്ട് ആ കോട്ട ഭേദിച്ചിട്ട്, സുദർശനം കൊണ്ട് ഭേദിച്ചിട്ട് ഭഗവാനും ഭാമയും അകത്ത് കടക്കുന്നു. ഈ ശംഖിൻ്റെ വിളി കേട്ട് ആ നഗരത്തിലെ ആളുകളെല്ലാവരും എന്താണ് ഈ ഘോരമായ ശബ്ദം എന്നോർത്ത് ഞെട്ടിവിറച്ചു. അങ്ങനെ ആ കോട്ട ഭേദിച്ചകത്തേക്ക് കടക്കുന്ന ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കാവൽക്കാർ കൃഷ്ണനുമായി യുദ്ധം ചെയ്യുന്നു. അവരെല്ലാം കൃഷ്ണൻ വധിക്കുന്നു. രാജധാനി സൂക്ഷിച്ചുകൊണ്ട് വളഞ്ഞു കിടന്നിരുന്ന മുരൻ എന്ന 5 തലകളോട് കൂടിയ ആ ഘോരമായ അസുരൻ പാഞ്ചജന്യത്തിൻ്റെ ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്നു. കയ്യിൽ 3 മുനകളോട് കൂടിയ ഒരു നീണ്ട ഇരുമ്പു ശൂലവുമായി മുരൻ എന്ന അസുരൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മുമ്പിലേക്ക് പാഞ്ഞു വന്നു. പിന്നീട് മുരനും ഹരിയും തമ്മിലുള്ള അതിഘോരമായ യുദ്ധമാണ് നടന്നത്. ആ സമയത്ത് പക്ഷിരാജാവായ ഗരുഡൻ മുരൻ എന്ന അസുരനോട് യുദ്ധം ചെയ്യുകയും ഈ ഗരുഡൻ തൻ്റെ കൊക്കുകൊണ്ട് അസുരനെ കൊത്തുകയും ചെയ്തു. ആ സമയത്ത് ശൂലം കൊണ്ട് ഈ അസുരൻ ഗരുഡനെയും ഉപദ്രവിച്ചു. പിന്നീട് പലതരത്തിലുള്ള മായാസ്ത്രങ്ങൾ ഉപയോഗിച്ച് മുരൻ മുകുന്ദനുമായി യുദ്ധം ചെയ്യുന്നു. ഒടുവിൽ ഭഗവാൻ തൻ്റെ ദിവ്യാസ്ത്രം തൊടുക്കുകയും അവൻ്റെ ശിരസ്സുകൾ ഓരോന്നോരോന്നായി മുറിച്ച് അവനെ വധിക്കുകയും ചെയ്തു. പിതാവിൻ്റെ മരണം കണ്ട മുരൻ്റെ പുത്രന്മാരായ താമ്രൻ, അന്തരീക്ഷൻ, ശ്രവണൻ, വസു, വിഭാവസു, നഭസ്വാൻ, അരുണൻ എന്നീ 7 പേര് സപ്തപർവ്വതങ്ങളെപ്പോലെ പടയോടും കൂടി ഭഗവാൻ ശ്രീകൃഷ്ണനോട് യുദ്ധത്തിനായി അടുത്തേക്ക് വരുന്നു. ആ യുദ്ധത്തിൽ അവർ 7 പേരും ഭഗവാന്റെ അമ്പേറ്റ് മരണപ്പെടുന്നു. കോട്ടകൾ തകർന്നതും മുരനും മക്കളും ദയനീയമായി വധിക്കപ്പെട്ടതും നരകാസുരൻ അറിയുന്നു. ഈ അസുരൻ ഒരു വലിയ സൈന്യത്തോടു കൂടി, അതായത് ഒരു കടലു പോലെയുള്ള സൈന്യത്തോടു കൂടി ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അടുക്കലേക്ക് യുദ്ധത്തിനായിട്ട് വരുന്നു. ഭഗവാന്റെ അമ്പേറ്റ് ഇവൻ്റെ സൈന്യം ഒട്ടുമുക്കാലും നശിച്ചു പോവുകയാണ് ഉണ്ടായത്. അതുകണ്ട് ഈ അസുരൻ
ഐരാവതത്തിനു തുല്യമായ ഒരു 4 കൊമ്പൻ ആനയുടെ മുകളിൽ കയറിയിരുന്നിട്ട് ഭഗവാനോട് യുദ്ധം ചെയ്തു. ഈ ദുഷ്ടന് 64 ആനകളുണ്ടായിരുന്നു. ഒരെണ്ണത്തിൻ്റെ മുകളിൽ നരകാസുരനും ബാക്കി 63 ആനകളുടെ മുകളിൽ ഉത്തമന്മാരായ യോദ്ധാക്കളും കയറിയിരുന്നു. ആ സമയത്ത് പക്ഷീന്ദ്രനായ ഗരുഡൻ അവിടേക്ക് പറന്നു വരികയും തൻ്റെ കൊക്കുകൾ കൊണ്ട് അവരെ കുത്തി മുറിവേൽപ്പിക്കുകയും ചിറകുകൾ കൊണ്ട് അടിച്ച് വേദനിപ്പിക്കുകയും ചെയ്തു. നരകനും നരകാരിയും തമ്മിലുള്ള അതിഘോരമായ യുദ്ധം. അങ്ങനെ ആ അസുരൻ്റെ ആവനാഴിയിൽ അസ്ത്രങ്ങൾ ഓരോന്നോരോന്നായി തീരുകയാണ്. വിഷ്ണു ഭഗവാൻ നൽകിയ ദിവ്യാസ്ത്രമെടുത്ത് വിഷ്ണുവിൻ്റെ നേർക്കു തന്നെ പ്രയോഗിക്കുകയാണ് ആ ദുഷ്ടൻ. ആ ബാണമേറ്റ് അല്പസമയത്തേക്ക് ഒരു മോഹാലസ്യം ഭഗവാന് ഉണ്ടാകുന്നു. അതായത് ഭഗവാൻ മഹാവിഷ്ണു കൊടുത്ത അസ്ത്രം ഈ ദുഷ്ടൻ ആളറിയാതെ ശ്രീകൃഷ്ണൻ്റെ നേർക്ക് അയക്കുന്നു. ആ അസ്ത്രമാണ്, അതായത് തൻ്റെ തന്നെ അസ്ത്രമാണ്. ആ അസ്ത്രമേറ്റിട്ട് ഒരു നിമിഷം ഭഗവാന് മോഹാലസ്യമുണ്ടായി. കാരണം അസ്ത്രത്തിൻ്റെ മഹാത്മ്യമാണ് ഇവിടെ കാണിക്കുന്നത്. ഭഗവാൻ നൽകിയ അസ്ത്രത്തിന് അത്രത്തോളം മഹാത്മ്യം ഭഗവാൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു മായാനാടകം അവിടെ അരങ്ങേറിയത്. അല്ലെങ്കിൽ ഭഗവാന് മോഹാലസ്യം വരേണ്ട ഒരു കാര്യവുമില്ല. എങ്കിലും പ്രകൃതി നിയമം സർവേശ്വരൻ അനുസരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ അല്പസമയം ശ്രീകൃഷ്ണ ഭഗവാൻ മോഹാലസ്യപ്പെട്ട് ഇരിക്കുന്ന ആ ഒരു സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പ്രിയപത്നിയായ സത്യഭാമ ഒരു ധീര വനിതയെപ്പോലെ വില്ലും അമ്പും കയ്യിലെടുത്ത് ഈ അസുരൻ്റെ നേർക്ക് യുദ്ധം ചെയ്യാനായി പാഞ്ഞെടുക്കുന്നു. അങ്ങനെ പിന്നീട് അവർ തമ്മിലുള്ള, അതായത് ഭാമയും നരകാസുരനും തമ്മിലുള്ള യുദ്ധമാണ് നടക്കുന്നത്. ആ സമയത്തേക്ക് മോഹാലസ്യമെല്ലാം മാറി ഭഗവാനും എഴുന്നേൽക്കുന്നു. ഭഗവാന് മനസ്സിലായി ദുഷ്ടനെ വധിക്കേണ്ടുന്ന സമയം എത്തിയിരിക്കുന്നു. അങ്ങനെ ഭഗവാൻ തൻ്റെ സുദർശന ചക്രത്തെ ധ്യാനിക്കുകയും ആ ചക്രത്തിൻ്റെ പ്രഭയിൽ നരകൻ്റെ കണ്ണുകൾ അഞ്ചിപ്പോവുകയും ചെയ്തു. ആന പുറത്തു വെച്ചു തന്നെ അവൻ്റെ കണ്ഠം ഭഗവാൻ അറുത്തു മുറിച്ച് അവനെ നിഗ്രഹിക്കുന്നു. അത് കണ്ടതും ദേവന്മാർക്കെല്ലാം വളരെയധികം സന്തോഷമാവുകയും അവർ പുഷ്പവൃഷ്ടി നടത്തി ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തു. അപ്പോൾ അവിടേക്ക് ഒരാൾ എത്തിച്ചേരുകയാണ്. ആരാണ്? സാക്ഷാൽ ഭൂമിദേവി. ധരാദേവി നരകൻ്റെ പുത്രനായ ഭഗദത്തൻ, അതായത് തൻ്റെ ചെറുമകൻ ഭഗദത്തനെ ഒരു കയ്യിൽ പിടിച്ചുകൊണ്ട് മറുകൈയിൽ നരകൻ അപഹരിച്ചു കൊണ്ടുപോയ അതിഥിയുടെ കർണകുണ്ടലങ്ങളും അതുപോലെ ദേവരാജാവായ ഇന്ദ്രൻ്റെ വെൺകൊറ്റക്കുടയും പിടിച്ചുകൊണ്ട് ഭഗവാന്റെ മുമ്പിലേക്ക് നടന്നു വരികയാണ്. എന്നിട്ട് ഭഗവാനെ തൊഴുതുകൊണ്ട് അഭ്യർത്ഥിക്കുകയാണ്, നാഥ, നരകൻ്റെ പുത്രനായ ഇവന് രാജ്യം നൽകണം. നരകൻ അപഹരിച്ച അതിഥിയുടെ കർണകുണ്ടലങ്ങളും ഇന്ദ്രൻ്റെ കുടയും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കാരുണ്യപൂർവം അങ്ങിത് സ്വീകരിച്ചിട്ട് നരകൻ്റെ പുത്രനായ ഭഗദത്തന് രാജ്യം അങ്ങ് നൽകണമെന്ന് ഭൂമിദേവി അഭ്യർത്ഥിക്കുന്നു. കുണ്ടലങ്ങളും കുടയും ഭഗവാന്റെ തിരുമുൽ കാഴ്ചയായി വെച്ച് ഭൂമിദേവി പലതവണ ഭഗവാനെ നമസ്കരിക്കുകയും സ്തുതിക്കുകയും ചെയ്തു. തൻ്റെ പ്രിയപത്നിയായ ഭൂമിദേവിയുടെ, ധരാദേവിയുടെ ആഗ്രഹം സന്തോഷപൂർവം സ്വീകരിച്ചതിനു ശേഷം ദേവിയെ അങ്ങനെ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് ചെന്താമരാക്ഷൻ തിരിച്ചയക്കുന്നു. അതിനുശേഷം സർവേശ്വരനായ ശ്രീകൃഷ്ണൻ ആചാരവിധി പ്രകാരം താൻ തന്നെ നേതൃത്വം നൽകി നരകൻ്റെ
ശവസംസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്തു. ഭഗവാന്റെ പുത്രനാണല്ലോ നരകൻ. അതുകൊണ്ട് തന്നെ ശവസംസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ ചെയ്തു. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ തൃക്കയ്യാൽ മരണം ഉണ്ടാവുകയും വിധിപ്രകാരം വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തതും കൊണ്ട് നരകന് മോക്ഷമാണ് ലഭിച്ചത്. അതിനുശേഷം നരകൻ പിടിച്ചുകൊണ്ടുവന്ന തടവിൽ പാർപ്പിച്ചിരിക്കുന്ന കന്യകമാരെ മോചിപ്പിക്കുന്നതിനായി ഭഗവാൻ ആജ്ഞാപിക്കുന്നു. അങ്ങനെ മോചിപ്പിക്കപ്പെട്ട 16,000 കന്യകാരത്നങ്ങൾ ഭഗവാന്റെ മുമ്പിൽ വന്ന് തൊഴുതു നിൽക്കുന്നു. അവരോട് സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിപ്പോകുവാൻ ഭഗവാൻ ആജ്ഞാപിക്കുന്നു. പക്ഷേ അവർ തൊഴുകൈയോടുകൂടി ഒരു അസുരൻ്റെ തടവറയിൽ കിടന്നിരുന്ന തങ്ങൾക്ക് തങ്ങളുടെ രാജ്യത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കുകയില്ല എന്നും അങ്ങനെ തിരിച്ചു ചെന്നാൽ തന്നെ തങ്ങളെ തങ്ങളുടെ രാജ്യത്ത് സ്വീകരിക്കുകയില്ല എന്നും അഥവാ സ്വീകരിച്ചാൽ തന്നെ തങ്ങളുടെ ജീവിതത്തിന് യാതൊരു പ്രാധാന്യവും ഉണ്ടാവുകയില്ല, തങ്ങളെ ആരും വിവാഹം കഴിക്കില്ല എന്ന നിലയിൽ ഭഗവാനോട് അഭ്യർത്ഥിച്ചു. എന്നിട്ട് ഭഗവാന്റെ കൂടെ ദ്വാരകയിലേക്ക് പോകുന്നതിനായി തങ്ങളുടെ ആഗ്രഹം അവർ അറിയിക്കുന്നു. ഭക്തനാണ് ഭഗവാൻ. അവരുടെ എല്ലാവരുടെയും ആ ആഗ്രഹം ഭഗവാൻ സാധിച്ചു കൊടുത്തു. അതിനുശേഷം ഈ 16,000 സുന്ദരിമാരെയും ദ്വാരകയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകൾ ഭഗവാൻ തന്നെ ചെയ്യുന്നു. പിന്നീട് ഭഗവാൻ സത്യഭാമയും ഒരുമിച്ച് ദേവലോകത്തിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് അതിഥിക്ക് കർണകുണ്ടലങ്ങളും ദേവരാജാവായ ഇന്ദ്രന് വെൺകൊറ്റക്കുടയും നൽകി അനുഗ്രഹിക്കുന്നു. പിന്നീട് വളരെ സംഭവബഹുലമായ ധാരാളം കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അത് നമുക്ക് ഭാഗവതം, അതായത് വൈശാഖമാസം 1-ാം തീയതി മുതൽ മാസ അവസാനം വരെ, അതായത് ആ ഒരു മാസം ഭാഗവതം കഥാരൂപത്തിൽ നമ്മൾ പറയുന്നുണ്ട്. ആ സമയത്ത് ഈ നരകാസുര വധം വരുന്ന സമയത്ത് പിന്നീട് നടന്ന വളരെ സംഭവബഹുലമായ വളരെ രസകരമായ ധാരാളം കാര്യങ്ങൾ നമുക്ക് ആ സമയത്ത് കേൾക്കാം. മേടസംക്രമം കഴിഞ്ഞു വരുന്ന ഉദയം, അതായത് മേടസംക്രമം കഴിഞ്ഞ് ഉദയം വരുന്ന ദിവസം, ആ ദിവസമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ നരകൻ എന്ന അസുരനെ വധിച്ചത്. മേടസംക്രമം ഇന്ന് 1-ാം തീയതി രാവിലെ 9:32 നടന്നത്. അതുകൊണ്ട് ഉദയത്തിൽ സംക്രമം കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് 15-ാം തീയതി മേടം 2 അന്നാണ് നമ്മൾ വിഷുവായി ആഘോഷിക്കുന്നത്. ആ ദിവസം നമ്മൾ ഓർക്കേണ്ടുന്നത് ഭഗവാന്റെ നരകാസുര വധമാണ്. നരകാസുരൻ ഭഗവാന്റെ പുത്രനാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കുക. അതുകൊണ്ട് തന്നെ ഭഗവാൻ വേണ്ട മാന്യതകളെല്ലാം തന്നെ നരകാസുരന് കൊടുത്തിട്ടുമുണ്ട്. മറ്റു ചില ഐതിഹ്യങ്ങൾ കൂടിയുണ്ട്. അത് നമുക്ക് വിഷു ദിവസം പറയാം. ഇന്ന് നിങ്ങൾ ഈ കഥ കേട്ടാലും നാളെ കൂടി നിങ്ങൾ ഈ കഥ ഒന്നുകൂടി കേൾക്കണം. കഥാശ്രവണം ഭക്തി തന്നെയാണ്. അങ്ങനെ ഈ കഥ ഒന്നുകൂടി കേട്ട് മനസ്സിൽ ഉറപ്പിക്കണം. പല ആവർത്തി ഭഗവാന്റെ കഥകൾ കേൾക്കണം. ഇന്നലെ കേട്ടതാണല്ലോ അല്ലെങ്കിൽ ഇന്ന് കേട്ടതാണല്ലോ എന്ന് കരുതി വീണ്ടും കേൾക്കാതെ ഇരിക്കരുത്. പല ആവർത്തി കേട്ട് ഭഗവാന്റെ കൂടെ എപ്പോഴും ചേർന്നിരിക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നരകാസുരൻ ആരായിരുന്നു എന്നുള്ള കാര്യം ഇവിടെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മഹാവിഷ്ണുവിനല്ലാതെ മറ്റാർക്കും വധിക്കുവാൻ സാധിക്കുകയില്ല എന്ന വരം ലഭിച്ചതുകൊണ്ടാണ് മറ്റാർക്കും വധിക്കുവാൻ സാധിക്കാഞ്ഞത്. പുത്രനായതുകൊണ്ട് മഹാവിഷ്ണു നേരിട്ട് വന്ന് ആ ഒരു കാര്യം ചെയ്തില്ല. അതിനു പകരം അംശാവതാരമായ ഭഗവാൻ ശ്രീകൃഷ്ണനെ അയക്കുകയാണ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. എല്ലാവർക്കും മാധവത്തിൻ്റെ വിഷുദിന ആശംസകൾ. ഹരേ കൃഷ്ണ.